എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷമീർ. ഇന്നിപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ നിൽക്കുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യാനാണ്. കേരളത്തിലെ ആദ്യത്തെ തന്നെ ഹെറിറ്റേജ് ഓപ്ഷൻ, ട്രാവൻകൂർ ഹെറിറ്റേജ് ഓപ്ഷൻ.com എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുതിയ ഒരു സംഭവം വെബ്സൈറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ഓൾ ഇന്ത്യയിൽ നിന്ന് ആൾക്കാർക്ക് ഓപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് ട്രാവൻകൂർ ഹെറിറ്റേജ് ഓപ്ഷൻ.com എന്നാണ് അതിൻ്റെ പേര്. ഇത് കേരളത്തിലെ ജനങ്ങൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഇതുവരെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഹെറിറ്റേജ് ഐറ്റംസ് നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ എല്ലാവരും നമ്മൾ നോർത്ത് ഇന്ത്യ പോലെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ സമീപിക്കണം. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് കൊണ്ട് നമ്മൾ ഈ സാധനങ്ങൾ സബ്മിറ്റ് ചെയ്ത് പിന്നെ അവരുടെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക്, അത് ഭയങ്കര ഒരു ടഫായിട്ടുള്ള ടാസ്ക് ആയിരുന്നു കേരളത്തിലെ കളക്ടേഴ്സിന്. ഇപ്പം ഈ ന്യൂമിസ്മാറ്റിക്സും ഫിലാറ്റലിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കളക്ടേഴ്സ് കേരളത്തിലുണ്ട്. അപ്പം കേരളത്തിലുള്ള കളക്ടേഴ്സിന് ഏറ്റവും ഒരു നല്ല ഗുഡ് ന്യൂസാണ്. അതായത് നമുക്ക് ഹെറിറ്റേജ് ഐറ്റംസും ന്യൂമിസ്മാറ്റിക് ഐറ്റംസും മേടിക്കാനും അതുപോലെ അവരുടെ കയ്യിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ഓപ്ഷനിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾ ഇപ്പോൾ ഒരു പബ്ലിക്കിന് കൊടുക്കുന്നതിനെക്കാട്ടും നമുക്ക് വില കിട്ടും. കാരണം ഇതുമായിട്ട് ഹോബി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുകയും അതിൽ ഓപ്ഷനിൽ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അവർക്കതൊരു വളരെ എല്ലാവർക്കും ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ട്രാവൻകൂർ കൊച്ചിൻ ഹെറിറ്റേജ് ഗാലറി ഇന്നിവിടെ തുറന്നിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷനിൽ മെയിനായിട്ട് ഇപ്പം ന്യൂമിസ്മാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏൻഷ്യൻ്റ് ഇന്ത്യ തൊട്ട് ഏൻഷ്യൻ്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, പ്രിൻസ്ലി സ്റ്റേറ്റ്, മുഗൾ, കൊളോണിയൽ കോയിൻസ്, അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ തന്നെ നമ്മുടെ ഈ തവണത്തെ ഓപ്ഷനിലുണ്ട്. എറൗണ്ട് ഒരു 1000 ആർട്ടിക്കിൾസ് ഓപ്ഷൻ പ്രൊഡക്ട്സ് ആയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാറ്റലോഗും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഓപ്ഷനിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലാറ്റലിക് ഐറ്റംസ് ഉണ്ട്, സ്റ്റാമ്പ്സ്, അതുപോലെ അതുമായിട്ട് ഡോക്യുമെൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കളക്റ്റബിൾസ്, അങ്ങനെ കുറേ വ്യത്യസ്തമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. പിന്നെ കുറച്ച് നല്ല ക്യൂരിയസ് ആയിട്ടുള്ള ആൻറ്റിക്സുകളുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു ഓപ്ഷൻ ഫ്ലോർ ആയിരിക്കും ട്രാവൻകൂർ ഹെറിറ്റേജ് ഓപ്ഷൻ. നമ്മുടെ ഈ ഓപ്ഷൻ നടക്കുന്നത് ആക്ച്വലി 15th തൊട്ട് ജനുവരി 15 തൊട്ട് ഫെബ്രുവരി 10th വരെയാണ് ഓപ്ഷൻ്റെ ടൈമിങ്. അതിൽ ഇപ്പോൾ ജനുവരി 15 ഓൺലൈൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്ലോർ ഓപ്ഷൻ ഫെബ്രുവരി 8-നും 9-നും റോട്ടറി ക്ലബ്ബ് ബാലഭവൻ പനമ്പള്ളി നഗറിൽ വെച്ചിട്ട് നടത്തുന്നുണ്ട്. അത് രാവിലെ ടൈമിങ്, അവിടുത്തെ ലൈവ് ഫ്ലോർ ഓപ്ഷൻ്റെ ടൈമിങ് 11 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെയാണ്. അപ്പോൾ ഓരോ ആർട്ടിക്കിളും അതിൻ്റെ ലോട്ട് നമ്പർ വൈസ് ആയിരിക്കും നമ്മൾ ഓപ്ഷൻ ചെയ്യുന്നത്. ഇത് നടക്കുന്നത് ട്രാവൻകൂർ കൊച്ചിൻ ഹെറിറ്റേജ് ഗാലറി അവതരിപ്പിക്കുന്ന കൊച്ചിൻ ഹെറിറ്റേജ് എക്സ്പോ സീസൺ 2-ലാണ് നമ്മുടെ ഈ ഒരു ഇവൻറ്റും നടക്കുന്നത്. അതുകൂടാതെ ഓൾ ഇന്ത്യയിൽ നിന്ന് ഒരു 50+ ഡീലേഴ്സ് ആ ഒരു ഇവൻറ്റിൽ വരുന്നുണ്ട്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. എൻട്രി നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കൊടുത്തിരിക്കുന്നത് പബ്ലിക്കിന്. അപ്പം ഒരുപാട് ആൻറ്റിക് ഹെറിറ്റേജ് ഐറ്റങ്ങളുടെ എക്സിബിഷൻ അവിടെ ഉണ്ട്. അതുകൂടാതെ 50+ ഡീലേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. എല്ലാം ട്രസ്റ്റഡ് ഡീലേഴ്സാണ് അവിടെ വരുന്നത്. ഓൾ ഇന്ത്യ ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി, ഫിലാറ്റലി സൊസൈറ്റിയിൽ മെമ്പേഴ്സായിട്ടുള്ളവരാണ് അവിടെ വന്ന് ഡീലേഴ്സായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് 1% പോലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങളോ ഫേക്ക് ആയിട്ടുള്ള ഐറ്റംസോ നിങ്ങൾക്ക് അവിടെ കിട്ടില്ല. 100% ട്രസ്റ്റഡ് പ്രൊഡക്ട്സ് ആയിരിക്കും ഞങ്ങളുടെ ഓപ്ഷനിലും ഞങ്ങളുടെ ഹെറിറ്റേജ് എക്സിബിഷനിലും സെയിൽ ചെയ്യുന്നത്. അതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് 100% അഷ്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഇവൻറ്റിൽ വരാം, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സെയിൽ ചെയ്യാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള അവസരം അവിടെ ഉണ്ട്. ഇതെല്ലാം ഞങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നിങ്ങൾക്കിപ്പം ഈ ഒരു വെന്യൂ ഞങ്ങൾ തുറന്നു തന്നിരിക്കുന്നത്. ഫെബ്രുവരി 7, 8, 9 പനമ്പള്ളി നഗർ റോട്ടറി ക്ലബിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ ഇവൻറ്റ്. ഇതൊരു വളരെ യുണീക്കായിട്ടുള്ളൊരു പീസാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ പീസ് ഓഫ് ഹിസ്റ്ററി എന്നൊക്കെ പറയാം. ആക്ച്വലി ഇത് നിങ്ങൾ നോക്കുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ബട്ടൺ പോലെ തോന്നും. ഇത് റോയൽ
ബട്ടണാണ്. റോയൽ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏത് പർട്ടിക്കുലർ രാജാവ് യൂസ് ചെയ്താണ് അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആര് യൂസ് ചെയ്തതാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമുക്കില്ല. അന്ന് ഈ റോയൽ എംബ്ലം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ ഫാമിലിയിലുള്ളവരാണ് ഈ എംബ്ലംസ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിങ്ങൾക്ക് കാണാം കൊച്ചിയുടെ റോയൽ കോട്ട് ഓഫ് ആംസ് ആണുള്ളത്. അതായത് അംബർല, കോഞ്ച്, പിന്നെ ലാമ്പ്, പിന്നെ അത് മേളിൽ പല്ലക്കാണ്. അപ്പം ഇത് റോയൽ കോട്ട് ഓഫ് ആംസ് ആണ് കൊച്ചിയിൽ. ഇത് മെയ്ഡ് ചെയ്തേക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിൽ ലണ്ടനുണ്ട്. അതായത് പിന്നെ ആ കമ്പനി ഏത് കമ്പനിയിലാണ് ഇത് മിൻറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിലും നമുക്കിതിൽ കാണാം. ഇതൊരു വളരെ യുണീക്കായിട്ടുള്ളൊരു കളക്ഷനാണ്. ഇതെൻ്റെ പേഴ്സണൽ കളക്ഷനിലുള്ളൊരു പീസാണ്. പിന്നെ നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത് മലബാർ ബറ്റാലിയൻ്റെ ഒരു ബാഡ്ജാണ്. മലബാർ പോലീസ് എന്ന് പറഞ്ഞിട്ടൊരു, നമുക്ക് കേരളം 3 പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു, കൊച്ചിയും തിരുവിതാംകൂറും പിന്നെ മലബാറും. അങ്ങനെ മലബാർ പോലീസിൻ്റെ ഒരു 13 ബറ്റാലിയൻ എന്നുള്ള ഒരു അവരുടെ ഷോൾഡർ ബാഡ്ജാണിത്. T13 നിങ്ങൾക്ക് കാണാം, ബറ്റാലിയൻ നമ്പർ ഉണ്ട് അതിൽ. മലബാർ എന്നുള്ളൊരു എന്താ പറയുക ക്രസൻറ്റ് ഷേപ്പിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഇതും വളരെ യുണീക്കായിട്ടുള്ളൊരു എന്താ പറയുക നമുക്ക് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കളക്ഷനാണിത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് തിരുവിതാംകൂർ റോയൽ കോഞ്ചാണ്. ഇത് സിൽവറാണ്. ഹൈ ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാർ, ഒഫീഷ്യലായിട്ടുള്ള പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് സിൽവറിൽ യൂസ് ചെയ്തിരുന്നത്. സിൽവറിൽ യൂസ് ചെയ്തിരുന്നത് ഇപ്പം ഒരു പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിൽ തന്നെ അതിൽ ഏറ്റവും ടോപ്പ് ലെവലിലിരിക്കുന്ന നായർ പോലീസിലെ ഏറ്റവും ടോപ്പ് ലെവലിലിരിക്കുന്ന ആൾക്കാരായിരുന്നു ഈ സിൽവർ ക്യാപ് ബാഡ്ജ് യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ ക്യാപ്പിൽ നമുക്കുള്ള ആ ഒരു ഒറിജിനൽ പിന്നും അതിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി കാണുന്ന രീതിയിലുള്ള എല്ലാ ക്രാഫ്റ്റ്മാൻഷിപ്പ് നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും. ഒരു വളരെ യുണീക്കായിട്ടുള്ളൊരു കളക്റ്റബിളാണ്. അതുപോലെ ഇതും തിരുവിതാംകൂറിൻ്റെ കാലത്തെ റവന്യൂ പ്യൂണിൻ്റെ, പത്തനംതിട്ട താലൂക്ക് റവന്യൂ പ്യൂണിൻ്റെ ഒരു എന്താ പറയുക ചെസ്റ്റ് എംബ്ലമാണ്. ഇതൊരു അവരുടെ ബെൽറ്റിൽ അവർ യൂസ് ചെയ്തിരുന്ന എംബ്ലമാണ്. ഇതൊരു ഈ മോണോഗ്രാമൊക്കെ കളക്ട് ചെയ്യുന്ന പ്രത്യേകം ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന യുണീക്കായിട്ടുള്ള ഒരു കളക്ഷൻ ഐറ്റമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാവൻകൂർ പോലീസിൻ്റെ ബെൽറ്റ് ബക്കിളാണ്. ഇതും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാം. ആ കോഞ്ചും അതിൻ്റെ റിബണും ഒക്കെ എന്ത് ഭംഗിയിലാണ് അവർ ക്രാഫ്റ്റ് ചെയ്തേക്കുന്നതെന്ന്. ഒരു എന്താ പറയുക മിനിയേച്ചർ കളക്ഷൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ബെൽറ്റിൻ്റെ ബക്കിളാണ്. ഇത് ബ്രാസാണ്. ആ ബ്രാസിൽ സിൽവർ കൊണ്ടുള്ള ബെൽറ്റ് ബക്കിളാണിത്. ട്രാവൻകൂർ പീരീഡിലെ റോയൽ ബോക്സാണ്. റോയൽ ബോക്സ് നിങ്ങൾക്ക് കാണാം. ഇതിൽ സിൽവർ ഇച്ചിങ് വർക്ക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ള് സിൽവറാണ്. സിൽവർ പ്ലേറ്റിൽ സിൽവർ വർക്ക് ചെയ്തേക്കാണ്. അത് നിങ്ങൾക്ക് അവിടുത്തെ ട്രാവൻകൂറിൻ്റെ കോട്ട് ഓഫ് ആംസ് കാണാം. 2 സൈഡിൽ എലിഫൻറ്റ്, നടുക്ക് റോയൽ കോഞ്ച്, പിന്നെ ഒരുപാട് വർക്കുകൾ അതിൻ്റെ ഇതിലുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാം ബുള്ളും കാർട്ടുമാണ്. ബഫലോ കാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സൈഡിൽ. മറ്റേ സൈഡിൽ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ഈ ഫ്രണ്ട് സൈഡിൽ കാണുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അത് വളരെ എന്താ പറയുക വളരെ ഭംഗിയിൽ അവരത് കൈകൊണ്ടുള്ള ഹാൻഡ് വർക്കാണ്. ഇതെല്ലാം ഹാൻഡ് വർക്കാണ് ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്കൊരു ഹൗസ് ബോട്ട് കാണാൻ പറ്റും. അത് വളരെ എല്ലാം നമ്മുടെ കേരള തനിമ എടുക്കുന്ന ഓരോ വിഷ്വൽസാണ് അവർ അന്ന് അത് കുത്തി വെച്ചേക്കുന്നത് ഇതിലെല്ലാം. പിന്നെ കുറേ കോക്കനട്ട് ട്രീസ് ഉണ്ട്. പിന്നെ ഇതൊരു 4 ചെറിയ സ്റ്റാൻഡ് അവർ പണിതിട്ടുണ്ട്. വളരെ യുണീക്കായിട്ടുള്ളൊരു ബോക്സാണ് ഇത്. നമ്മുടെ ഈ ഹെറിറ്റേജ് ഓപ്ഷനിൽ ഈ ബോക്സ് നമ്മൾ ഓപ്ഷനിലുണ്ട്. വളരെ യുണീക്കായിട്ടുള്ളൊരു പീസ് ഓഫ് ഹിസ്റ്ററി മെറ്റീരിയലാണ്. ഇതിലൊരുപാട് കഥ പറയാനുണ്ട്. നമ്മുടെ സൗഹൃദത്തിൻ്റെ, 2 നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ, അങ്ങനെ ഒരുപാട് കഥ പറയാനുള്ള ഒരു ക്യാപ്പാണിത്. അതായത് പണ്ട് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് റോയൽ ഫാമിലി മെമ്പേഴ്സൊക്കെ ഹൈദരാബാദ് നിസാമിൻ്റെ സ്ഥലത്ത്
വിസിറ്റ് ചെയ്യുമ്പോൾ ഹൈദരാബാദ് പാലസ് ആ ഭാഗത്തുള്ള ഒരു റോയൽ ഫാമിലിയിൽ നിന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ഇത് ഫുള്ള് വർക്ക് വന്നിരിക്കുന്നത് വെൽവെറ്റിൽ സിൽവർ വർക്കാണ് വന്നിരിക്കുന്നത്. അപ്പം അതിൽ നിങ്ങൾക്ക് കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബേർഡിനെ അവർ നടുക്ക് ഇച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, നടുക്കത് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അതിൻ്റെ കണ്ണിലുള്ള ആ ഒരു എന്താ പറയുക ബീഡൊക്കെ ആണെങ്കിൽ തന്നെ അന്നത്തെ കാലത്തെ വളരെ റോയലായിട്ടുള്ള സാധനമാണ്. ഇത് ഫുള്ള് സിൽവറാണ്. ഇതിൽ നിങ്ങൾക്ക് കുറേ ബേർഡ്സിനെ കാണാം. ഇതിന് ചുറ്റും ഒരു വളരെ യുണീക്കായിട്ടുള്ള കളക്റ്റബിളാണ്. ഇതൊക്കെ അന്നത്തെ നമ്മുടെ ഒരു പാരമ്പര്യം, രണ്ട് നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദമൊക്കെ ഫിക്സ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇവിടെ നിന്ന് ഒരാൾ പോകുമ്പോൾ അവരുടെ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഒരു പീസാണ് ഈ ക്യാപ്പ്. ഇതെനിക്കൊരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കൊച്ചിയും ഫാമിലിയിൽ നിന്ന് കിട്ടിയതാണിത്. ഇത് നമ്മളിപ്പോൾ സർക്കുലേഷനിലുള്ള 100 രൂപയാണ്. ഈ 100 രൂപയിൽ ആക്ച്വലി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വളരെ ഒരു യുണീക്കായിട്ടുള്ള എററാണ്. മേളത്തെ കറൻസിയുടെ ആ കട്ടിങ് പ്രോപ്പർ ആവാഞ്ഞിട്ട് താഴത്തെ കറൻസിയിലേക്ക് ജോയിൻ ആയി വന്നേക്കാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ യുണീക്കായിട്ടുള്ള ഒരു എററാണ്. അത് കണ്ടിന്യൂസ് 3 ഒരേ സീരിയൽ നമ്പറിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഒരേ ബണ്ടിലിനകത്ത് വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണത്. അപ്പോൾ ഇതിങ്ങനെ ഞങ്ങളെപ്പോലെ കളക്ട് ചെയ്യുന്ന ഹോബി ആയിട്ടുള്ള ആൾക്കാർ ഇതെല്ലാം മേടിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പല വ്യത്യസ്തമായിട്ടുള്ള കളക്ഷനുകൾ നമുക്ക് ഞങ്ങളുടെ കൊച്ചിൻ ഹെറിറ്റേജ് എക്സ്പോയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ട്രാവൻകൂർ ഹെറിറ്റേജ് ഓപ്ഷൻ്റെ കാറ്റലോഗാണിത്. കേരളത്തിലെ ഫസ്റ്റ് ഓപ്ഷനാണ് ഇപ്പം നമുക്കിവിടെ റീസെൻ്റായിട്ട് നടക്കാൻ പോകുന്നത്. ഓൺലൈൻ ഈ വരുന്ന ആഴ്ച 15-ാം തീയതി തൊട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഓഫ്ലൈനായിട്ട് ഫെബ്രുവരി 8-നും 9-നും പനമ്പള്ളി നഗർ റോട്ടറി ക്ലബിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഓഫ്ലൈനായിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനുണ്ട്. അത് കേരളത്തിൽ കോമൺ പീപ്പിളിന് വരെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ അവിടെ വരിക. നിങ്ങൾക്ക് ഓപ്ഷനിൽ പങ്കെടുക്കാനുള്ള എല്ലാവിധ അറേഞ്ച്മെൻറ്റ് ഞങ്ങളുടെ ടീം ചെയ്തു തരും. ഒരുപാട് ഐറ്റംസ്, കോയിൻസ്, ഫിലാറ്റലി, പ്രിൻസ്ലി സ്റ്റേറ്റ് ഐറ്റംസ്, മാച്ച് ബോക്സ് ലേബൽസ്, അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റി ഹോബീസ് നമുക്കവിടെ കാണാൻ പറ്റും. ഈ 50 ഡീലേഴ്സ് ഇന്ത്യയിൽ നിന്ന് വരുന്നവരുടെ എല്ലാം 50 ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആയിരിക്കും. 50 ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം തീം വേറെ ആയിരിക്കും. ചിലർ റിപ്പബ്ലിക് ഇന്ത്യ ഉണ്ട്, ചിലർ ബ്രിട്ടീഷ് ഇന്ത്യ ഉണ്ട്, ചിലർ കൊളോണിയൽ മാത്രം ചെയ്യുന്നവരുണ്ട്, ചിലർ പ്രിൻസ്ലി സ്റ്റേറ്റ് ഉണ്ട്. അങ്ങനെ പല തീമിൽ നിങ്ങൾക്ക് അവിടെ കളക്ഷൻ കാണാൻ പറ്റും. സ്റ്റാമ്പ്സിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻ കാണാൻ പറ്റും. ഇതുപോലെ എറർ കോയിൻസ്, എറർ സ്റ്റാമ്പ്, പിന്നെ എന്താ പറയുക, ഈ ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് എന്ന് പറയുന്ന ബ്ലാക്ക് പെനി സ്റ്റാമ്പാണ്. ആ ബ്ലാക്ക് പെനി സ്റ്റാമ്പ് നമ്മുടെ ഓപ്ഷനിൽ വരുന്നുണ്ട്. അതുപോലെ ആ ബ്ലാക്ക് പെനി സ്റ്റാമ്പ് നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അതൊക്കെ ജീവിതത്തിൽ വളരെ റെയറായിട്ട് കിട്ടുന്ന ചാൻസാണ്. ലോകത്ത് ആദ്യമായിട്ട് ഇറക്കിയ സ്റ്റാമ്പ് കാണാൻ പറ്റുക, ആ സ്റ്റാമ്പിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് നമ്മളൊരു ഫ്രീ ചാൻസ് ആണ് തരുന്നത്. കൊച്ചിയിലുള്ള ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യല്. കേരളത്തിലുള്ള ആൾക്കാർ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റിയാൽ നിങ്ങളിവിടെ എത്തിപ്പെടുക.